ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് ചക്കയും അതേപോലെ തന്നെ പലവകയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കൂട്ടാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ചക്കയ്ക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാൻ. നമ്മളെ വീട്ടിൽ ചക്കല്ല, നമ്മളെ വീടിൻ്റെ അടുത്ത വീട്ടിലുണ്ട് കേട്ടോ. എൻ്റെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ വന്നപ്പോഴേ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പ്ലാവുണ്ട്. അപ്പോൾ അതുമേലൊക്കെ ഇങ്ങനെ ചക്ക കാണുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് ചക്ക കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂട്ടാൻ വയ്ക്കേനേ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് നമ്മൾ അടുത്ത വീട്ടിലത്തെ ജുബിത്താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചക്ക ഇട്ട് വെച്ചിക്കണ ഈ വന്ന് കൊണ്ടുപോയിക്കോ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ജുബിത്താത്താൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. ആ കാണാനാണ് നമ്മളെ വീട്. പിന്നെ ഇതാ ഈ വഴി ഉണ്ടല്ലോ, ഈ വഴീൻ്റെ അറ്റത്താണ് കേട്ടോ ജുബിത്താത്താൻ്റെ വീട്. അപ്പോൾ ഞാൻ ചക്ക വാങ്ങാൻ വേണ്ടിയിട്ട് പോകും. അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേനും. ഇവിടെയൊക്കെ ഓരോ ഭാഗത്ത് തെങ്ങിൻ തോട്ടവും അതുപോലെ തന്നെ കവുങ്ങിൻ തോട്ടമൊക്കെ ആയിട്ട് നല്ല പച്ച ഇരിച്ച സ്ഥലങ്ങളാണ് കേട്ടോ. ജുബിത്താത്താൻ്റെ വീട്ടിലേക്ക് റോട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ മീൻകാരനൊന്നും വരുമ്പോൾ ചിലപ്പം ജുബിത്താത്ത അവിടെ നിന്ന് വരുമ്പോഴത്തേന് മീൻകാരൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മീൻ വാങ്ങുമ്പോൾ ജുബിത്താത്താക്കുള്ള മീനും വാങ്ങും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചില വീഡിയോയിലൊക്കെ അങ്ങനെ കാണിക്കലൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ. അതുപോലെ തന്നെ കുറേ മുന്നേ ജുബിത്താത്താൻ്റെ അടുപ്പും ഞാൻ വീഡിയോയിൽ കാണിച്ചിന്. ആ അടുപ്പും അങ്ങനെ വൈറലായിട്ടുണ്ടേന് കേട്ടോ. അതേപോലെ കുറേ ആൾക്കാർ അങ്ങനത്തെ അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടേന്. ഒരു വർഷം മുന്നേറ്റിട്ട വീഡിയോസിലാണ് കേട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ചില ആൾക്കാർക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടായില്ല. സ്നേഹം തുളുമ്പുന്ന അടുക്കള എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടീനി ഞാൻ. അപ്പോൾ ഇതാ നമ്മൾ ജുബിത്താത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചക്ക കൊണ്ടുപോവാം. അപ്പോൾ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇട്ട് വെച്ചിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഐഫക്കുട്ടി ചില വീഡിയോസൊക്കെ ഐഫക്കുട്ടിയാണ് എടുക്കുന്നത്. എന്നോട് പറഞ്ഞ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്താൽ മതി എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഐഫക്കുട്ടി അന്നമ്മച്ച് എപ്പോഴും ഈ കുക്കിങ്ങിൻ്റെ വീഡിയോസ് തന്നെയല്ലേ കാണിക്കുന്നത്. അപ്പം കുറച്ചൊക്കെ ഒരു വെറൈറ്റി വേണ്ട അമ്മച്ചിയെ, ചക്ക വാങ്ങാൻ പോകണമെന്നൊക്കെയാണ് വീഡിയോ എടുക്കുക പറഞ്ഞാണ്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ആ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ആ വലിയ ചക്ക എനിക്ക് എന്തായാലും പൊന്തൂല, അതിൻ്റെ ചെറിയ ചക്ക ഞാൻ എടുത്തു കേട്ടോ. ചക്ക പിന്നെ ഇപ്പുറത്തെ പ്ലാവുമ്മലും ഉണ്ട് കേട്ടോ. അതുമ്മൽ ഉള്ള ചക്ക ചെറിയ ചെറിയ ചക്കകളാണ്, എന്നാലും നല്ല ചക്ക കേട്ടോ. അത് നല്ല കട്ടിയുള്ള ചോളയാണ്, അതേപോലെ നല്ല മധുരമാണ് പഴുത്താൽ. അപ്പോൾ ഇനി അത് നമുക്ക് പിന്നെ എപ്പോഴേലൊക്കെ വണ്ടി വരുമ്പോൾ എടുക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു ചക്ക എടുത്തിട്ട് പോവാണ് കേട്ടോ. ചക്ക നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ചക്കയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ ചക്കമ്മ പണി എടുക്കലുണ്ടല്ലോ, അത് മടി ഉണ്ടായിട്ടല്ല, പക്ഷേ ഈ ചക്ക മുറിച്ചാനൊക്കെ കുറച്ച് ഗതികേടാണ്. വിചാരിച്ച പോലെ അങ്ങോട്ട് ചക്ക മുറിച്ചാനൊന്നും കഴിയൂല കേട്ടോ. അത് എന്താണെന്നറിയില്ല, ഇതുവരെ അതങ്ങോട്ട് റെഡിയായി കിട്ടിയിട്ടില്ല. ഈ കോടാലിയൊക്കെ വെച്ചിട്ട് മുറിച്ചാണെങ്കിൽ നല്ല ഉഷാറായിട്ട് മുറിച്ചാൻ കഴിയും. അപ്പോൾ എനിക്ക് കോടാലി ഇല്ലേനും. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് എന്തായാലും കത്തി കൊണ്ട് മുറിച്ചെടുക്കാം. അങ്ങനെ ദാ ഞാനും ഐഫക്കുട്ടി ചക്കയും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇപ്പം തന്നെ ചക്ക മുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു വൈകുന്നേരം ഒരു 5:30 ആയിട്ട് ഉള്ള സമയത്താണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചക്ക നന്നാക്കി വെച്ചാൽ രാവിലെ നമുക്ക് കൂട്ടാൻ വെക്കാമെന്ന് പറഞ്ഞമ്മ. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ മുറിച്ചാന്ന് വിചാരിച്ചു. ചക്ക മുറിച്ചിന് കണ്ടാണ്ട് നിങ്ങൾ ഇന്നെ കളിയാക്കരുത് കേട്ടോ. ചക്ക വെട്ടി കുറേ പ്രാവശ്യം വെട്ടിയിട്ടാണ് ഇതൊരു ഇത് 2 പീസായി വന്നത്. ഒന്നേറെ ഈ കത്തിൻ്റെ കുഴപ്പമാണ് കേട്ടോ, അല്ലാതെ എൻ്റെ കുഴപ്പമില്ല. വേറൊരു കത്തി ഉണ്ടേനി എൻ്റെ കയ്യിൽ. അപ്പോൾ അതിൻ്റെ പിടി മക്കളെന്തോ വെട്ടിയാണ്ട് അതിൻ്റെ പിടി പൊയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് വെട്ടാൻ കഴിയൂല. അപ്പോൾ അത് ചെറിയൊരു കനല്ലാത്ത സൈസ് ഒരു കത്തിയാണ്. അപ്പം ഇതിങ്ങോട്ട് ആഴ്ന്ന് അങ്ങോട്ട് പോകണില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് മൂർച്ചൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. എന്തായാലും ഞാൻ വെട്ടി ചക്കയൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഒരു ചക്ക മുറിച്ചണ അതാ പണി കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അമ്മക്ക് ചക്ക മുറിച്ചാൽ വല്ലാതെ കഴിയൂല. കാരണം അമ്മാൻ്റെ ഒരു കയ്യിന് വലിയൊരു ഇതില്ല കേട്ടോ, ഒരു വലിയൊരു ബലമല്ല. ഷുഗറൊക്കെ ഉണ്ടായതുകൊണ്ട് ആ കയ്യിന് ഭയങ്കര വേദനയാണ്. നമ്മൾ കാട്ടിന് കാണുമ്പോൾ അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, ഓലുണ്ടെങ്കിൽ ഓർക്ക് അത് കാണുമ്പോൾ ഒരു ഇടങ്ങേറാണല്ലോ. അപ്പം അമ്മ പറഞ്ഞ് ആ ചക്ക മുറിച്ച കഷ്ണം ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ എത്തിത്തരാറുണ്ട്. ഉമ്മ അങ്ങനെ ചക്ക എത്തണുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ചോളയൊക്കെ പറിച്ച് അതിൻ്റെ ആ ഒരു ചവിണിയും കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് റേഷൻ കടയിലൊക്കെ പോവാണ്ടേനി. ഞാൻ പിന്നെ റേഷൻ കടയിലൊക്കെ പോയി. പിന്നെ ചക്കയൊക്കെ അമ്മ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ പോയിട്ട് കുറച്ച് പലവക വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. ഈ പലവക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, നമ്മളിവിടെ മലപ്പുറംകാർക്കൊക്കെ അറിയാം. ഈ ബീഫിൻ്റെ പതിരി അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ കേൾക്കാറ് കേട്ടോ. ഇതിൽ നല്ല ബീഫല്ല, നല്ല ബീഫിന് ഒരു കിലോന് 300 രൂപയാണ് കേട്ടോ നമ്മളവിടെ. ഇത് 100 രൂപക്ക് വാങ്ങിച്ചതാണ്.
അപ്പോൾ നമ്മൾ പൂളിയും പലവകയൊക്കെ വെക്കൂലേ, അതേപോലെ ചക്കക്കൂട്ടാനും പലവകയും വെച്ചാലും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഒന്ന് ഉമ്മാക്ക് ഇങ്ങനെ വെക്കാനൊരു പൂതി, അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ പലവക. അപ്പോൾ ഞാനത് കഴുകി പിന്നെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴുകുമ്പോൾ കുറച്ച് ഉപ്പും സുറുക്കി ഇട്ടാണ്ട് നല്ലോണം അങ്ങോട്ട് കഴുകിയാൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം ഞാനിതാ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ബീഫ് വെക്കണ പോലെ തന്നെ കേട്ടോ വെക്കണത്. ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ അരച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു തക്കാളിയും ഒരു സവാള അരിഞ്ഞവും ചേർത്ത് കൊടുത്തു. പിന്നെ അതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കതേക്ക്. അപ്പോൾ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല കേട്ടോ, എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ ബീഫൊക്കെ അടുപ്പത്ത് വെക്കാൻ. അപ്പോൾ കുറച്ച് ബീഫ് മസാലയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പലവക പറഞ്ഞാലേ ചോറിൻ്റെ കൂടെ ഒന്നും അങ്ങനെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. അതേപോലെ പൂളിയും പലവകയും വെക്കുകയാണെങ്കിൽ ഒരു കഴിക്കും. അതേപോലെ ചക്കക്കൂട്ടാനൊക്കെ ഇട്ടാലും അവർക്ക് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ വെക്കുമ്പോഴേ. അതേപോലെ പച്ചക്കായ ഉണ്ടല്ലോ, പച്ചക്കായ്ക്കും ഇതേപോലെ പലവകയൊക്കെ ഇട്ടാണ്ട് കൂട്ടാണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം അതിൽ തന്നെ പൊടിഞ്ഞുണ്ടാവും, അപ്പം വെള്ളം അധികം ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നമ്മളെ മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉമ്മ പറഞ്ഞതിനോട് കുറച്ച് ഉലുവ ചേർത്തുള്ള ഉലുവ ചേർത്താൽ നല്ലോണം വെന്തോളും. ഇത് നമ്മൾ സാധാ ബീഫിൻ്റെ പോലെയല്ല, നല്ല വേവുണ്ടാവും. ഈ എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടേ കുറേ സമയം അടുപ്പത്ത് കിടക്കണം. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ചുഴറ്റി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവ് കൂടുതലുള്ള സംഭവം അതാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ചു. പിന്നെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കണേന് അപ്പോൾ ചക്കയൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചതുകൊണ്ട് അരിയേണ്ട പണിയൊന്നുമില്ല, വേഗം അടുപ്പത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് രാത്രി വെച്ചതല്ലേ, അപ്പോൾ തണുപ്പ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ആ തണുപ്പൊക്കെ ഇപ്പോൾ കുറേ പോയിട്ടുണ്ട്. പിന്നെ ചക്ക ഞാൻ കഴുകിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ചക്ക നമുക്കൊന്ന് കഴുകിയിട്ട് പിന്നെ കുക്കറിലല്ല, ഞാൻ പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് കുറവുണ്ട്. രാവിലെ നല്ല മഴയാണ് കേട്ടൊന്ന്. രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് ഗ്യാസുമ്മ തന്നെയാണ്. അപ്പോൾ ചെറിയൊരു തക്കുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച മഴ പെയ്യുമൊന്നും അറിയില്ല. എന്തായാലും നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസുമ്മക്കും കൊണ്ടുപോയി. ഞാൻ അവിടെ ഷീറ്റ് കെട്ടിയിട്ടില്ല കേട്ടോ. ആ ഒരു ഷീറ്റ് പൊട്ടിച്ചാടിയിട്ട് പിന്നെ അത് കെട്ടിയിട്ടില്ല. അപ്പോൾ അത് കെട്ടാൻ ആരും കിട്ടിയിട്ടില്ല, എന്നെക്കൊണ്ട് ഒറ്റക്കിട്ട് കഴിയൂല. അപ്പോൾ അങ്ങനെ നീണ്ടു പോയതാട്ടോ. ഇനി എന്തായാലും ഷീറ്റ് കെട്ടണം. അപ്പോൾ ഇതാട്ടോ ചക്കയൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ട് ഇതാ മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ, അത് അറിയണില്ല എന്നെ സന്തോഷമാണ് കേട്ടോ. നമ്മളോട് കമൻറ്റ് ബോക്സിൽ തന്നെ കുറേ കൂട്ടുകാർ പറയലുണ്ട്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന മന്തി പോലെ മന്തി ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടായിനി, അതേപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടായിനി, പിന്നെ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കൽ നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് പഠിച്ചതെന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ അതേപോലെ ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചക്കക്കൂട്ടാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. പക്ഷേ പലവകയും ചക്കക്കൂട്ടാനും ഉണ്ടാക്കിക്കണോ, നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി വെക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ ഈ ചക്കയ്ക്ക് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മഴക്കാലത്ത് ചക്കക്കൂട്ടാൻ വെക്കുമ്പോഴേ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. വേനൽക്കാലത്താകുമ്പം കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ചക്കയിലും ഇപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പ് കത്തിയോണ്ട് തന്നെയാണ് കേട്ടോ. അടുപ്പിൽ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിനി. അപ്പോൾ ആ വെള്ളം വാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്ത് നമുക്ക് ഇനി ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാം. മഴക്കാരൊക്കെ ഉണ്ട്, മഴ പെയ്താൽ പിന്നെ നമുക്ക് അകത്തേക്ക് പോവാം. മഴ പെയ്യുന്നതിൻ്റെ മുന്നേ വേഗം ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ എന്തായാലും ഇത് അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തിളച്ചിട്ടുണ്ടേനി. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ആലുവ അടുപ്പിനെക്കാട്ടിലൊക്കെ നല്ല അടുപ്പാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ അടുപ്പ്. എന്നോട് ചില കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ട്, ഇത് ഈ അടുപ്പത്ത് നിങ്ങൾ ഗ്യാസിൻ്റെ ആ വട്ട് കൊണ്ടുവന്ന് വെച്ചിക്കണോ ചോദിക്കലുണ്ട്. അത് ഗ്യാസിൻ്റെ വട്ട് കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ, ഇത് ഇരുമ്പിൻ്റെ അടുപ്പായതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ ചക്കയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടോ എന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരിമുളകും പിന്നെ കുറച്ച് നല്ല ജീരകം കൊടുത്തിട്ടുണ്ട്. കാന്താരിമുളക് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ബീഫ് കൂടെ ഇട്ടിട്ടല്ലേ പലവകി കൂടെ ഇട്ടിട്ടല്ലേ ഇത് വെക്കണത്. അപ്പോൾ അതിൽ തന്നെ എരിവും ഒക്കെ അത്യാവശ്യത്തിന് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം.
പിന്നെ ഇതാ നമ്മളെ ചക്കക്കൂട്ടാൻ വന്ന് നോക്കിയപ്പോൾ ചക്കക്കൂട്ടാനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടക്കാതെ അതിൻ്റെ കഷ്ണങ്ങൾ ആയിട്ട് അങ്ങനെ കിടക്കണമെങ്കിൽ അതൊക്കെ നമ്മളെ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. നമ്മൾ പൂളക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് അങ്ങനെയാണല്ലോ, ഉടയുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചക്കയും ഉടയുന്നത് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇവിടെ ഉടയാണ് കേട്ടോ, എന്നാലേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊന്നിങ്ങനെ ചട്ടുകം വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരപ്പൂതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി വലുതായതുകൊണ്ട് അത് ശരിക്കും അങ്ങോട്ട് ചതഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കത്തി എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തു. ചെറിയ ഉള്ളി ചേർക്കണം കേട്ടോ. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും ചേർക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ എല്ലാവർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ ചക്കിയിൽ വെള്ളമൊക്കെ പാകമാണ് കേട്ടോ. ഇനി വെള്ളം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ബീഫ് വേവിച്ചതും ഇതിലേക്ക് ചേർക്കണ്ടേ, അപ്പോൾ അതിലും ഉണ്ടാവും കുറച്ച് വെള്ളം. അപ്പോൾ വെള്ളം പാകമായിക്കോളൂ കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തത് അതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ പലവകയും വെന്തിട്ടുണ്ടായിന് കേട്ടോ. അത് ഞാൻ പിന്നെ കുക്കറൊക്കെ ഒരു 8-10 വിസിലടിച്ചിട്ടുണ്ട്. പിന്നെ ഓഫ് ചെയ്ത് ആ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, വെള്ളം നമുക്ക് വേണം കേട്ടോ. ഇതിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തു. നമ്മളെ ചട്ടി നിറഞ്ഞിട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ. അപ്പം ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ബീഫും ചക്കയും ഒക്കെ എല്ലാ ഭാഗത്തും എല്ലാം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പലവകൻ്റെ കഷ്ണം ഇങ്ങനെ കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ നമ്മൾ ചക്ക കൂട്ടാൻ. പിന്നെ അതിൻ്റെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ആവണം. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയല്ലേ, ഇനി അതിൽ കടന്നിട്ട് അങ്ങനെ സെറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കും കൂടെ വേണം കേട്ടോ. തൂമിക്കാൻ ഈ വെളിച്ചെണ്ണ വല്ലാതെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തൂമിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് തൂമിച്ചെടുത്തോണ്ട് കേട്ടോ. തൂമിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി കേട്ടോ. ആ തോലോട് കൂടിയിട്ട് തന്നെ ഒന്ന് കഴുകിയാണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിലും അത് ഈ എണ്ണയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കും ചക്കക്കൂട്ടാനിക്ക്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരണം. മൂത്ത് വന്നിട്ട് നമുക്ക് നമ്മളെ ചക്കക്കൂട്ടാൻ കണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളിക്കാരം കേട്ടോ. പിന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മളെ ചക്കക്കൂട്ടാനൊക്കെ ആയിട്ടോ. എന്നാലും മഴയൊന്നും ഇപ്പോൾ പെയ്തിട്ടില്ല. മഴ പെയ്താൽ പിന്നെ അകത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ മഴയൊന്നും പെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചക്കക്കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ കുറച്ച് നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടോ, ഉള്ളിലേക്കൊന്ന് മൂത്ത് വന്നപ്പം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിലരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാവും. അധികം നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പല വകയും ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കും. പിന്നെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഞാനിതാ തൂമിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ കഴിക്കാനാണ് പൂതിയ ഒരു സ്മെല്ലുണ്ട്. പിന്നെ കഞ്ഞീൻ്റെ കൂടെ വേണമെങ്കിൽ കഞ്ഞീൻ്റെ കൂടെ കഴിക്കുക. അതല്ല ഈ ചക്കക്കൂട്ടാൻ ഒറ്റയ്ക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കുക. കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുക. നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കട്ടോ. എന്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ വറവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ആ ഒരു പിന്നെ കടുകിൻ്റെയും വെളിച്ചെണ്ണൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് എല്ലാം എടുത്ത് എത്തട്ടെ. അപ്പോൾ നമ്മയും കൂടി ഉണ്ടായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ചക്കക്കൂട്ടാനൊക്കെ എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇനി നമുക്കിത് അകത്ത് കൊണ്ടുപോയിട്ട് വിളമ്പി കഴിക്കാം. അപ്പോൾ ഞാൻ പിന്നെ വാഴൻ്റെ ഇല വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വാഴൻ്റെ ഇലയ്ക്കാണ് വിളമ്പണത്. അപ്പോൾ ഇനി ചക്ക കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടി നോക്കിയിട്ട് കാണിക്കട്ടോ. അപ്പോൾ ആദ്യം വാഴൻ്റെ ഇലയ്ക്ക് വിളമ്പട്ടെ. അപ്പോൾ എൻ്റെ ബാക്കിൽ ചിഞ്ചുമോള് കാത്തിരിക്കുന്നുണ്ട് ഞാൻ അത് വിളമ്പണത് കണ്ടിട്ട്. ചിഞ്ചുമോക്കൊന്നും വല്ലാതെ ചക്കക്കൂട്ടാനൊന്നും ഇഷ്ടമല്ലേനി കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു പലവകയും കൂട്ടിയിട്ടൊക്കെ വെച്ചപ്പോഴേ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട്.
എന്തായാലും ഞങ്ങളിത് കഴിക്കട്ടെ ഇനി. അപ്പം ഇനി ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.